ഓക്കെ ഗേയ്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ വണ്ടി, മാരുതി സുസുക്കി ഓമിനി. ഇത് പിന്നെ നൈസ് വണ്ടിയായിരുന്നു കേട്ടാ. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ മാറ്റാനായിട്ട് സമയമായി. വേറൊന്നുമല്ല, ഇതൊരു പഴയ വണ്ടിയാ. പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിൽ നിറച്ച് കംപ്ലൈൻസാ. ഓരോ ദിവസം ഓരോ കംപ്ലൈൻറ്റാ. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഇങ്ങ് മാറ്റാൻ തീരുമാനിച്ചു. പകരം നമുക്ക് ഒരു പുതിയ വണ്ടി ഇങ്ങ് മേടിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് ഒരു പുതിയ കാറൊക്കെ മേടിക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപയുണ്ട്. നിങ്ങളപ്പോൾ ഇതായിരിക്കും വിചാരിക്കേണ്ടാവുക, ഏയ് 4 ലക്ഷത്തിന് കാറൊക്കെ കിട്ടുമോ? ഏയ് കിട്ടാൻ വഴിയില്ല. ആക്ച്വലി നമുക്ക് 4 ലക്ഷത്തിന് വണ്ടി മേടിക്കാൻ പറ്റും. നമുക്ക് EMIയിൽ മേടിക്കാൻ പറ്റും. 4 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ബാക്കി EMI അടയ്ക്കാം. നമുക്ക് EMIയിൽ കാർ മേടിക്കാം. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തുട്ടായാലും ആ ഓമിനില്ലേ, ആ ഓമിനി മാറ്റിയേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. എടാ ഫ്രാങ്ക്ലിന്, പുറത്തേക്ക് വാടാ. ഞാൻ നിനക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഏയ് ഇത് സോമൻ്റെ സൗണ്ടല്ലേ? സോമൻ ഇങ്ങോട്ടേക്ക് വന്നാ, ഒന്ന് നോക്കി നോക്കാം. എടാ സോമ, നീയായിരുന്നാ? കുറെ കാലമല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നീ പുതിയ വണ്ടിക്ക് മേടിച്ചാ? ഇത് ഏതാ വണ്ടി? മഹീന്ദ്ര താറാ? ആടാ ഫ്രാങ്ക്ലിന്, ഇത് മഹീന്ദ്ര താറാ. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ. ഒരു പക്ക ഓഫ് റോഡ് വണ്ടിയാ. ഞാൻ പിന്നെ 2 ദിവസം മുന്നേ ഡെലിവറി എടുത്തോളൂ. ആണോ? എന്നിട്ടായാലും കുഴപ്പമില്ല ഏട്ടാ, നൈസ് വണ്ടി. ഈ റെഡ് കളറിൽ കാണാനായിട്ട് ശരിക്കും ഭംഗിയുണ്ട്. അല്ലടാ ഫ്രാങ്ക്ലിന്, നീ പുതിയ വണ്ടിയൊന്നും മേടിക്കണില്ലേ? നീ ഇപ്പോഴും ഈ പേട്ട ഓമിനി ഓടിക്കണോ? ആ വണ്ടിയൊന്നും മാറ്റടാ. ആടാ സോമ, എനിക്ക് ഓമിനി ഒന്ന് മാറ്റണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല. അത് മാത്രമല്ല, ഏത് വണ്ടി മേടിക്കണമെന്ന് ഒരു കൺഫ്യൂഷനുണ്ട്. നിന്റെ വണ്ടി പിന്നെ നൈസായി കേട്ടാ. ഞാനും ആലോചിക്കണത് താറെടുത്താലോ എന്നാ. അതെ, ഞാൻ ആ വണ്ടി ഒന്ന് ഓടിച്ചോക്കട്ടെ. നീ എൻ്റെ വണ്ടി ഓടിക്കേ? ഏയ് അതൊന്നും വേണ്ട. നീ എൻ്റെ വണ്ടി ഒന്നും ഓടിക്കണ്ട. എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാലേ പണിപ്പാളും. ഏയ് ഞാൻ നോക്കിയും കണ്ട് ഓടിച്ചോളാം. ഞാൻ ഈ വീടിൻ്റെ മുറ്റത്ത് മാത്രം ഓടിക്കണുള്ളൂ, വേറെ എങ്ങോട്ടും കൊണ്ടു പോണില്ല. ഏയ് അത് വേണ്ട. നീ എൻ്റെ വണ്ടിമേ തൊടേണ്ട ആവശ്യം പോലില്ല. നീ ആ പേട്ട ഓമിനെങ്ങ് ഓടിച്ച് നടന്നാൽ മതി, അല്ലാണ്ട് എൻ്റെ വണ്ടിയൊന്നും ഓടിക്കാൻ തരില്ല. ശരിയപ്പോ ഞാൻ പോവാണ്. എനിക്ക് പോയിട്ടേ കുറച്ച് പണിയുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഷേ, എന്നാലും ഇതെന്ത് പരിപാടിയാ? സോമൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല. അവൻ്റെ വിചാരേ എനിക്ക് പുതിയ വണ്ടി മേടിക്കാനൊന്നും പറ്റില്ല എന്ന്. അവൻ്റെ വണ്ടി പിന്നെ കണ്ടില്ലേ, അത് മഹീന്ദ്ര താറാ. താറിൻ്റെ 3 ഡോറാ. പക്ഷെ റീസെൻ്റ്ലി ഇവിടെ ഒരു പുതിയ താറ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് താറ് 5 ഡോറാ, അല്ലെങ്കിൽ താർ റോക്സ് എന്ന് പറയും. ആ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോമനപ്പോൾ ആ വണ്ടി മേടിക്കാറുന്നില്ലേ? അത് നൈസ് വണ്ടിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കി നോക്കാം. ഈ ഓമിനിപ്പോൾ ഏതായാലും സ്റ്റാർട്ടായിട്ടാ. സ്റ്റാർട്ടായത് തന്നെ വലിയ കാര്യം. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്ത് നേരെ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് പോവാം. ആ താർ റോക്സ് ഇല്ലേ, ആ വണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആ പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിന്ന് പുതിയ വണ്ടിയൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. മേടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാൻ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. നമുക്ക് ഈ ഓമിനി ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം. ഷോറൂമിൽ നല്ല വണ്ടിയൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ആ താർ റോക്സ് ഇല്ലേ, അത് നമുക്ക് നോക്കി നോക്കാം. നമുക്കപ്പോൾ പതുക്കെ ഷോറൂമിലേക്ക് കയറാം. ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. മുമ്പിൽ ഒരു താറൊക്കെ കാണാൻ പറ്റും. ഇത് പക്ഷെ സാധാരണ താറല്ല കേട്ടാ, ഇതൊരു മോഡിഫൈഡ് താറാ. നമ്മുടെ സോമൻ്റെ കയ്യിലുള്ളത് സ്റ്റോക്ക് താറാ. ഇത് പക്ഷെ മോഡിഫൈഡാ. മോഡിഫൈഡ് താറ് കാണാൻ നൈസായിട്ടുണ്ട്. ഇതാണ് ആ വണ്ടി, താർ റോക്സ്, അല്ലെങ്കിൽ താറിൻ്റെ 5 ഡോർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടിയാണ് ഞാൻ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. നമുക്കപ്പോൾ ഈ വണ്ടി ഇങ്ങ് ഫിക്സ് ചെയ്യാം. ഇത് പിന്നെ കണ്ടില്ലേ, ഈ വണ്ടിയിൽ ഒരു സൺറൂഫ് ഉണ്ട്, അതും പെനറോമിക് സൺറൂഫ്. സാധാരണ താറിൽ ഇതൊന്നും വരുന്നില്ല. അത് ഏതായാലും കൊള്ളാം.
ഇവിടെ പിന്നെ താർ റോക്സിൻ്റെ റെഡ് കളറുണ്ട്, പിന്നെ ബ്ലാക്ക് കളറുണ്ട്. ഇതിൽ ബ്ലാക്ക് കളറില്ലേ, ഇത് കാണാനായിട്ട് ശരിക്കും ഭംഗിയുണ്ട്, ഒരു ഗ്യാങ്സ്റ്റർ ലുക്കുണ്ട്. പക്ഷേ എനിക്കിഷ്ടം വൈറ്റ് കളറാ. ഞാൻ വൈറ്റ് കളർ എടുക്കാൻ പോണേ. ഇവിടെ പിന്നെ മഹീന്ദ്രയുടെ വേറെ കുറേ വണ്ടികൾ ഉണ്ട് കേട്ടാ. ഇവിടെ മഹീന്ദ്രയുടെ ബൊളേറോ ഉണ്ട്, ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ താറുണ്ട്. ഇത് പിന്നെ സ്റ്റോക്ക് താറാണ് കേട്ടാ. നമ്മുടെ സോമൻ ഈ വണ്ടി ഓടിക്കണേ, ഇതിൻ്റെ റെഡ് കളറ്. ഇവിടെയും ഒരു മോഡിഫൈഡ് താറുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്കോർപ്പിയോ ഉണ്ട്. പണ്ട് സ്കോർപ്പിയോ എന്ന് പറയണത് എൻ്റെ ഡ്രീം കാറായിരുന്നു. ഇപ്പം അത് എൻ്റെ ഡ്രീം കാറല്ല, ഇപ്പോൾ താർ റോക്സ് ആണ് എൻ്റെ ഡ്രീം കാറ്. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. സാറിന് ഇതിൽ ഏത് വണ്ടി ഇഷ്ടമായേ? ഹലോ ചേച്ചി, അത് പിന്നെ എനിക്ക് ഈ കാണുന്ന താർ റോക്സ് ഇല്ലേ, അതാണ് ഇഷ്ടമായേ. ഈ വണ്ടിക്ക് എത്ര റേറ്റ് പറഞ്ഞേ? ഈ വണ്ടിക്ക് അധികം റേറ്റ് ഒന്നുമില്ല, വെറും 25 ലക്ഷം മാത്രമേ. 25 ലക്ഷം? ശരി, എന്തെങ്കിലും ആവട്ടെ. EMI ഉണ്ടാവോ? ആ സാറേ, EMI ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി ഇപ്പൊ ബുക്ക് ചെയ്താലേ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അല്ല, ഈ വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത കൊല്ലം കിട്ടുള്ളൂ? ആ സാറേ, ഈ വണ്ടി ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത കൊല്ലം കിട്ടുള്ളൂ. ഈ വണ്ടിക്ക് ഒരു കൊല്ലാണ് വെയിറ്റിംഗ് പീരീഡ്. എന്നാലും ഒരു കൊല്ലേ? ഒരു കൊല്ലം കഴിഞ്ഞാൽ സോമൻ വേറെ വണ്ടി മേടിക്കും. ഇത് ശരിയാവില്ല. ഹലോ ചേച്ചിയെ, ഞാനിപ്പോൾ വരാം ട്ടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ വണ്ടി മേടിക്കണ എൻ്റെ കയ്യിലാണെങ്കിൽ 4 ലക്ഷം ഉണ്ട്. എനിക്ക് വേണമെന്ന് വെച്ചാൽ ഈ വണ്ടിയിലേ ഇത് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് മേടിക്കാൻ പറ്റും. പക്ഷെ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞാൽ സോമൻ വരെ വണ്ടി മേടിക്കും, അത് ഉറപ്പാ. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ വണ്ടി മേടിക്കണം, താറിൻ്റെ 5 ഡോറ്. എന്നിട്ട് വേണം എനിക്ക് സോമൻ്റെ മുമ്പിൽ ഷോ ഇറക്കാനായിട്ട്. എന്തപ്പോൾ ചെയ്യുക? അതെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. നമുക്കിതിൽ നിന്ന് ഒരു വണ്ടി അടിച്ചു മാറ്റാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഒരു കൊല്ലമൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഷോറൂമിൽ പിന്നെ എനിക്ക് ആരെയും കാണാനില്ല ഏട്ടാ, ആ ചേച്ചീനെ കാണാനില്ല. ഇത് പിന്നെ നല്ല സമയമാണ്, നമുക്ക് ഈ വണ്ടി അടിച്ചു മാറ്റാം. ഞാൻ പിന്നെ വൈറ്റ് കളർ അടിച്ചു മാറ്റണേ, എനിക്ക് വൈറ്റ് കളർ ഇഷ്ടമായേ. ഈ വണ്ടിയിൽ പിന്നെ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല ഏട്ടാ, അതുകൊണ്ട് പോലീസുകാർക്ക് എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇതെന്തത്? അയ്യോ, കള്ളൻ കള്ളൻ, നാട്ടാരെ ഓടി വരണേ. അയ്യോ, ആ ചേച്ചി കണ്ടു എന്നാ തോന്നണേ. നൈസായിട്ട് പണിപ്പാളി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഇതെന്തത്? പോലീസാ? ഈ പെണ്ണപ്പോഴേക്കും പോലീസിനെ വിളിച്ചാ? ഇതിപ്പോൾ പണിയായില്ലോ. ഈ വണ്ടിക്ക് പിന്നെ ഡാമേജ് ഒന്നും വരാൻ പാടില്ല കേട്ടാ. ഡാമേജ് വന്നാലേ പണിയാവും. ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ ലോഞ്ച് ആയുള്ളൂ. നമുക്ക് പിന്നെ ഈ വഴി കൂടെ പോവാം. ഇത് പിന്നെ ജുറാസിക് പാർക്കിൻ്റെ ഏരിയ. ഈ ഭാഗത്ത് പോലീസുകാർ അധികം വരില്ല. നമുക്ക് ഈ വഴി കൂടെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എങ്ങനെയൊക്കെയോ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടേക്കാണ് കേട്ടാ. ഞാൻ എന്നിട്ട് സോമൻ്റെ വീട്ടിലേക്ക് വന്നു. എടാ സോമ, ഇറങ്ങി വാടാ. ഇത് നോക്കിയേ, ഞാൻ എന്താ കൊണ്ടുവന്നേക്കണ്. എടാ ഫ്രാങ്ക്ലിന്, നീ പുതിയ വണ്ടിക്ക് മേടിച്ചാ? ഇതാ മറ്റേ താറിൻ്റെ 5 ഡോറല്ലേ? ഇത് ഇന്ത്യയിൽ ലോഞ്ചായ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ സോമ, നീ എന്താ വിചാരിച്ചേ എനിക്ക് വണ്ടിയൊന്നും മേടിക്കാൻ പറ്റില്ലെന്നാ? ഇത് നോക്കിയേ, ഇത് താർ റോക്സാ, നൈസ് വണ്ടിയാ. എൻ്റെ വണ്ടിയാണ് നൈസ് വണ്ടി. എൻ്റെ വണ്ടിയേ താറിൻ്റെ 3 ഡോറാ. ഓഫ് റോഡ് പോകാനായിട്ട് ഇത് ബെസ്റ്റ് വണ്ടിയാ. ഓഫ് റോഡിനെ കുറിച്ച് മിണ്ടണ്ട. എടാ സോമ, നിന്റെ വണ്ടിയിൽ 4x4 പോലില്ല, എന്നിട്ടാണ് ഓഫ് റോഡിനെ കുറിച്ച് പറയണേ. എൻ്റെ വണ്ടിയിൽ പിന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ 4x4 ഉണ്ട്, സൺറൂഫ് ഉണ്ട്, എഡാസ് ഉണ്ട്, 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. നിന്റെ വണ്ടിയിൽ 360 പോട്ടെ, ഒരു സാധാരണ റിവേഴ്സ് ക്യാമറ പോലില്ല, എന്നിട്ടാണ് എൻ്റെ മുമ്പിൽ ഷോ ഇറക്കണത്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വണ്ടിയാണ് നൈസ് വണ്ടി, അതിൽ യാതൊരു സംശയവുമില്ല. സാരില്ല സോമ, ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, അതിപ്പോൾ സീനില്ല. ഞാനിപ്പോൾ ഏതായാലും പോവാണ്,
ശരി അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. എനിക്ക് പിന്നെ പോയിട്ടേ കുറേ പണിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.